ആനക്കലി അടങ്ങാതെ ആറളം. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ഭാര്യ ലീലയുടെയും സംസ്കാരം വൈകിട്ട് നടക്കും. ആറളം പഞ്ചായത്തിൽ UDF-ഉം BJP-യും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. വനമന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ ആറളത്ത് താമസിക്കുന്നവർക്ക് പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. ഈ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം പതിവായി അവിടെ നടക്കുന്നുണ്ട്. നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ഈ വെള്ളിയുടെയും ലീലയുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ ഉയരുന്നുണ്ടോ? ഹർത്താൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ടോമെ, ഈ വെള്ളിയുടെയും ലീലയുടെയും പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ആറളത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു, ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊണ്ടുപോയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം ഈ സർവകക്ഷി യോഗം ചേരും. ഈ യോഗത്തിലാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ഇന്നലെ രാത്രിയൊക്കെ വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉയർന്നത്. ഒരു ഘട്ടത്തിൽ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. RDA തടയുന്നു, അതുപോലെ തന്നെ സണ്ണി ജോസഫ് MLA തടയുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തായാലും ഇവർ പ്രധാനമായും ഈ ആറളത്തിലെ ഈ ആദിവാസികൾക്ക് പുനരധിവാസ ഗ്രാമമായാണ് ഇവിടെ പതിച്ചു നൽകിയ സ്ഥലമാണ്. ഇവർ പ്രധാനമായും പറയുന്നത് ഇവിടെ നിരന്തരമായി കാട്ടാന ശല്യമാണ്. അതായത് 2009 മുതൽ നോക്കിക്കഴിഞ്ഞാൽ 18 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ 2 പേര് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് 20 പേരാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഈ തൊഴിലെന്ന് പറയുന്നത് ഈ കാട്ടിൽ പോയി ഈ ഇത്തരത്തിൽ വിറക് ശേഖരിക്കലും, അതുപോലെ തന്നെ ഇപ്പോൾ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ കശുവണ്ടി പെറുക്കുമൊക്കെയാണ് ഇവരുടെ ജീവിതോപാധി. ഇപ്പോൾ ഇവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥ, കുട്ടികളെ തനിച്ചാക്കി വീട്ടിൽ നിന്നും പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ, അത്രത്തോളം വലിയ തോതിലുള്ള ആന ശല്യം ഈ ഭാഗത്തുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് 40ഓളം ആനകൾ ഇപ്പോൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ടെന്ന് വനം വകുപ്പ് തന്നെ പറയുന്നുണ്ട്. അത്രത്തോളം ഭീതിതമായ ഒരു അവസ്ഥയാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനം ആന മതിൽ നിർമ്മിക്കുമെന്ന് നേരത്തെ 2020 പ്രഖ്യാപിച്ചൊരു പദ്ധതിയുണ്ട്. 2 വർഷം മുൻപാണ് ഈ പദ്ധതി തുടക്കം കുറിച്ചത്. പക്ഷേ ഇതുവരെ അത് എങ്ങും എത്തിയിട്ടില്ല. അത് തന്നെയാണ് ഇവർ ഏറ്റവും പ്രധാനമായി പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയുള്ള ആനകളെ തുരത്തണം എന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയാണ് ഇന്നലെ രാത്രിയും ഇവർ പറഞ്ഞത്. മൃതദേഹങ്ങൾ വിട്ടു നൽകാത്ത ഒരു സ്ഥിതി ഇന്നലെ ഉണ്ടായിരുന്നു. 12 മണിയോടുകൂടി ഏറ്റവും ഒടുവിലായി പോലീസൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഈ യോഗത്തിൽ വാക്കുകൾ, അതായത് ഉറപ്പുകൾ മാത്രം ലഭിച്ചാൽ പോരാ, വാഗ്ദാനങ്ങൾ നൽകിയാൽ പോരാ, പദ്ധതി നടപ്പിലാക്കണം. അത് നാളെ മുതൽ തന്നെ നടപ്പിലാക്കുമോ എന്നതാണ് ഇവർ ചോദിക്കുന്നത്. നമ്മളും മനുഷ്യരല്ലേ, ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അത്രത്തോളം വലിയ തോതിലുള്ള വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടാന ശല്യം. ഇപ്പോൾ ഈ മരണപ്പെട്ട ഇവരുടെ തന്നെ വെള്ളിയുടെയും ലീലയുടെയും തന്നെ വീടിന് തൊട്ടടുത്ത് നിന്നാണ് ഇത്തരത്തിൽ ആന അതിക്രൂരമായി ഇവരെ ചവിട്ടി അരച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. തൊട്ടടുത്ത് വനം വകുപ്പിന്റെ ഓഫീസുമുണ്ട്. ആ ഒരു സ്ഥലത്ത് ഇത്തരത്തോളം ആനകൾ വരുന്നുണ്ടെങ്കിൽ ഇത് ഇനി മറ്റ് സ്ഥലങ്ങളിലേക്ക് എങ്ങനെ പോകുമെന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ അപകടമുണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകും. ഇത്തരത്തിലുള്ള സോളാർ വേലി ഉൾപ്പെടെ ഉടൻ സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞ് കബളിക്കപ്പെട്ടുവെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വാഗ്ദാനങ്ങൾ പോരാ, നമുക്ക് ഈ പദ്ധതി അത് എന്ന് തുടങ്ങും, അത് നാളെ മുതൽ തുടങ്ങുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അത് തന്നെയാണ് സർവകക്ഷി യോഗത്തിനും ഇപ്പോൾ ഇവരുടെ ആദിവാസി സമൂഹത്തിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, അവരും ഉന്നയിക്കുന്നത്. എന്തായാലും മന്ത്രി നേരിട്ടെത്തി, ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി നേരിട്ടെത്തിയാണ് യോഗത്തിൽ എത്തുന്നത്. ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ യോഗത്തിലുണ്ട്. എന്നാലും ഇപ്പോൾ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. UDF-ന്റെയും BJP-ന്റെയും ഹർത്താൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു ഹർത്താലാണ്. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ തടയുന്നില്ല. അത് പ്രധാനമായും പറയുന്നത് ഇന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ അതിശക്തമായ KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്